കണ്ണുകള് അങ്ങേക്ക് വേണ്ടി മാത്രം നൽകിയ കണ്ണിലൂടെ കർത്താവേ, ഇതാ എന്റെ ഇഷ്ടമനുസരിച്ച ലോകത്തെ സ്നേഹിച്ച കണ്ണുകളാണ് കർത്താവേ, പാപത്തിന് വിട്ടുകൊടുത്ത കണ്ണുകളാണ് കർത്താവേ. ഇന്ന് കർത്താവേ, ആത്മീയ അന്ധത പ്രാപിച്ചിരിക്കുന്ന എന്റെ കണ്ണുകളിലേക്ക് ആ ശിരസിൽ നിന്നൊഴുകിയ തിരുരക്തം കൊണ്ട് കഴുകണമേ. എന്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയെ കാണാൻ എന്റെ കണ്ണിന് പറ്റുന്നില്ല കർത്താവേ, അങ്ങയെ കാണാൻ എനിക്ക് പറ്റുന്നില്ല കർത്താവേ. എന്റെ കണ്ണിലൂടെ വന്ന പാപങ്ങളെ അങ്ങ് കാണുന്നുണ്ടല്ലോ ഈശോയെ. യേശുവിന്റെ കണ്ണുകളോട് എന്റെ കണ്ണുകളെ ഞാൻ ചേർക്കുന്നു കർത്താവേ. ഈ നിമിഷമിതാ യേശുവിന്റെ ശിരസിൽ നിന്നൊഴുകിയ തിരുരക്തമിതാ നമ്മുടെ കാതുകളിലേക്ക് ഒഴുകുന്നതായിട്ട് കാണാൻ. കാതിലേക്ക് ആ തിരുരക്തം കടന്നു വരുമ്പോൾ നമ്മുടെ കാതിലൂടെ വന്ന പാപങ്ങളെ കുറിച്ചൊക്കെ അനുഭവിക്കാം. എന്റെ കാത് കർത്താവേ, അങ്ങയുടെ സ്വരം ശ്രവിക്കാനല്ല, അങ്ങനോട് സംസാരിച്ചപ്പോഴൊന്നും ഞാൻ എന്റെ കാത് ഞാൻ തുറന്നില്ല, എന്റെ കാത് ഞാൻ അടച്ചു കളഞ്ഞു. എന്നാൽ ലോകത്തിന് വേണ്ടി എന്റെ കാതിനെ വിട്ടുകൊടുത്ത ഭാവിയാണ് കർത്താവേ. ലോകത്തിന്റെ അല്പസുഖത്തിന് വേണ്ടി, പാപത്തിന്റെ സുഖത്തിന് വേണ്ടി എന്റെ കാതുകളെ കൊടുത്ത പാപിയാണ് കർത്താവേ. ഈ നിമിഷം എന്നോട് എന്റെ ജീവിതത്തോട് കരുണ തോന്നുന്നേ കർത്താവേ. ഈ നിമിഷം കാതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കുറവുകൾ പോരായ്മകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കാതിനെ കൊടുത്ത നിമിഷങ്ങളുണ്ട് കർത്താവേ. എന്റെ കാതിനെ തുറക്കണമേ. ആത്മീയ ബധിരത പ്രാപിച്ചിരിക്കുന്ന എന്റെ കാതിനെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, നിന്റെ സ്വരം കേൾക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു കർത്താവേ. ഇതാ അവിടുത്തെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഇതാണ് വഴി, ഇതിനെ പോകുക എന്ന് കർത്താവ് എന്ന് പറയുമ്പോൾ ആ സ്വരം ശ്രവിക്കാനായിട്ട് എന്റെ കാതുകളെ തുറക്കണമേ. പാപഭംഗിതമായ എന്റെ കാതുകളെ ആ തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുന്നു. തുറക്കണേ നാഥാ. ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈ നിമിഷേശ്വരുടെ തിരുരക്തമിതാ, ആ ശിരസിൽ നിന്നൊഴുകിയ തിരുരക്തമിതാ നമ്മുടെ നാവിലേക്ക് ഒഴുകി വരുന്നതായിട്ട് കാണാം. നാവിനെ കഴുകുമ്പോൾ ദൈവം നൽകിയ ശബ്ദം, ദൈവം നൽകിയ ശബ്ദം ദൈവത്തിന് വേണ്ടിയല്ല കൊടുത്തത്, ഒരുവന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് അവനെ ശുദ്ധനാക്കുന്നതെന്ന് വചനം പറയുമ്പോൾ കർത്താവേ, എന്റെ നാവിൽ നിന്നും വീണ ഓരോ വാക്കുകളും കർത്താവേ അങ്ങയുടെ മഹത്വവും സഹോദര നന്മയും ആയിരുന്നില്ല കർത്താവ്. എനിക്ക് തെറ്റുപറ്റി. എന്റെ നാവിനെ ആ തിരുരക്തം കൊണ്ട് കഴുകണേ നാഥാ. അങ്ങയെ സ്തുതിക്കാതിരുന്ന നാവുകളാണ് കർത്താവേ. കർത്താവെ, മറ്റുള്ളവരെ അനുഗ്രഹിക്കാതിരുന്ന നാവുകളാണ് കർത്താവേ. ഇന്ന് ഞങ്ങളുടെ നാവുകളെ കഴുകണമേ. ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ. ഈ നിമിഷത്തോടെ ആ തിരുരക്തം ഞങ്ങളുടെ ശിരസിനെ പൂർണ്ണമായിട്ട് കഴുകുമ്പോൾ ആത്മീയ അന്ധതയും ആത്മീയ ബധിരതയും ആത്മീയ മൂകതയും പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ ശിരസിലേക്ക് കർത്താവേ അങ്ങ് കൽപ്പിച്ച വചനം യേശുവിന്റെ പാപത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഈ നിമിഷം ആ തിരുരക്തം കൊണ്ട് കഴുകിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിന് തുറക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. അനുതാപത്തോടെ പ്രാർത്ഥിക്കുക. യേശുവിന്റെ ശിരസുമായിട്ട് എന്റെ ശിരസൊന്നായി തീരട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഈ നിമിഷം യേശുവിന്റെ തിരുരക്തമിതാ നമ്മുടെ ശിരസിലൂടെ ഒഴുകി തോളുകളിലൂടെ ഇരു കരങ്ങളിലേക്ക് ഒഴുകുന്നതായിട്ട് കാണാൻ. ഇരു കരങ്ങളിലേക്ക് തിരുരക്തം കടന്നു വരുമ്പോൾ പാപഭംഗിതമായ നമ്മുടെ കരങ്ങള് കുരിശിലേശുവിന്റെ കരങ്ങളോട് ചേർക്കാൻ, യേശുവിന്റെ കരങ്ങളിൽ അണിപ്പാടുകളൊന്ന് കാണാൻ. ആ നമ്മുടെ പാപങ്ങളാണ് അവിടുന്ന് കൈകളില് ഇതാ ആണിയടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് തെറ്റുപറ്റി. ദൈവമേ, സ്വർഗത്തിലേക്ക് ഉയർത്തേണ്ട കരം ഞാൻ ഉയർത്തിയില്ല കർത്താവേ. നന്മ ചെയ്യേണ്ട കരം ഉപയോഗിച്ച് ഞാൻ നന്മ
അനുഗ്രഹിക്കേണ്ട കരം ഉപയോഗിച്ച് ഞാൻ അനുഗ്രഹിച്ചില്ല കർത്താവേ. കർത്താവേ, എന്റെ കരങ്ങൾ പാപഭംഗിലമാണ് കർത്താവേ. ആ തിരുരക്തം കൊണ്ട് എന്റെ കരത്തെ കഴുകണമേ. കുരിശിലെ ആ തിരുരക്തം ഇതാ എന്റെ കരങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ നിമിഷം ഇതാ നമ്മുടെ തോളലിലൂടെ ഒഴുകുന്ന യേശുവിന്റെ തിരുരക്തം ഇതാ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്നതായിട്ട് കാണുക. ആന്തരിക അവയവങ്ങളെയും ബാഹ്യ അവയവങ്ങളെ കഴുകി അരക്കെട്ടിന് കീഴിലെ വരെ ഒഴുകുന്നതായിട്ട് കാണുക. ഈ നിമിഷം ഒന്നോർക്ക് ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് നിന്റെ ശരീരമെന്ന് നിനക്കറിഞ്ഞുകൂടെ. ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കുമെന്ന വചനം പറയുമ്പോൾ പാപത്തിൽ തന്നെ പാപത്തിന്റെ ശിക്ഷ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കർത്താവേ, ചെടിക സുഖങ്ങൾക്ക് വേണ്ടി ശരീരത്തെ വിട്ടുകൊടുത്ത ഭാവിയാണ് കർത്താവേ. കർത്താവേ, ജീവിതത്തിന്റെ കർത്തവ്യങ്ങളിൽ നിന്നും ഓടിയകുന്ന പാപിയാണ് കർത്താവേ. സുഖലോലുപതയ്ക്ക് വേണ്ടി ശരീരത്തെ വിട്ടുകൊടുത്ത പാപിയാണ് കർത്താവേ. ഈ നിമിഷം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ശരീരം ഈ നിമിഷം യേശുവിന്റെ കുരിശിലെ ശരീരത്തോട് ചേർക്കുന്നു. യേശുവിന്റെ ശരീരത്തിൽ നിന്നൊഴുകിയ തിരുരക്തം കൊണ്ട് എന്റെ ശരീരത്തെ പൂർണ്ണമായി കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇനിമേൽ എന്റെ ശരീരത്തിലാ ഞാൻ പാപം ചെയ്തവരാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ നിമിഷം അരക്കെട്ടിന് കീഴേക്ക് യേശുവിന്റെ തിരുരക്തം, കുരിശിനൊഴുകിയ തിരുരക്തം ഒഴുകി നമ്മുടെ പാദങ്ങൾ വരെ കഴുകുമ്പോൾ ഈ നിമിഷം നമ്മുടെ പാദങ്ങള്, കാലുകള് കുരിശിലേശുവിന്റെ കാലുകളോട് ചേർക്കുക. ഈ നിമിഷം ഒന്ന് തിരിച്ചറിയ, എത്രയോ പ്രാവശ്യം പാപത്തിലേക്ക് നടന്നു നീങ്ങിയ കാലുകളാണ്. എത്രയോ പ്രാവശ്യം മറ്റുള്ളവരെ പാപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാലുകളാണ്. കർത്താവേ, നിന്റെ സ്തുതിയുടെ ജീവിതത്തിൽ നിന്ന് നടന്നാകുന്ന കാലുകളാണ് കർത്താവേ. ഇന്ന് എന്റെ കാലുകളിൽ കർത്താവേ രോഗങ്ങളാണ് കർത്താവേ. ഈ നിമിഷമാകട്ടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും പ്രകാശവുമാണെന്ന് പഠിപ്പിച്ചിട്ട് വചനത്തിന് വേണ്ടി ജീവിക്കാനല്ല എന്റെ പാദങ്ങൾ ഞാൻ ഉപയോഗിച്ചത്. ഈ നിമിഷം കർത്താവേ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നോട് എന്റെ ജീവിതത്തോട് കരുണ തോന്നണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ കാലുകൾ കുരിശിലേശുവിന്റെ കാലുകളോട് ചെല്ലുമ്പോൾ ഈ നിമിഷം വിശുദ്ധീകരിക്കണമേ. ഈ നിമിഷം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഇനി വ്യക്തി ജീവിതത്തിലേക്ക്, വ്യക്തിബന്ധങ്ങളിലേക്കുള്ള പാപങ്ങളെ കുറിച്ച് ചിന്തിക്കുക. മാതാപിതാക്കള്, ദൈവത്തെ പോലെ സ്നേഹിക്കേണ്ട മാതാപിതാക്കളെ സ്നേഹിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തില് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവർക്ക് സമ്മാനിച്ച നിമിഷങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറേണ്ടിടത്ത് മാറാനായിട്ട് സാധിക്കാതിരുന്ന നിമിഷങ്ങള് കർത്താവേ, ഇന്ന് കർത്താവേ വചനം ഓർക്കുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തിൽ അടിത്തറ ബലവത്താക്കുമെന്ന്. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പലരുടെയും ജീവിതത്തിന്റെ അടിത്തറ തകർച്ചയ്ക്ക് കാരണം ഈ പാപമാണെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. കർത്താവേ, ഞങ്ങളോട്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളോട് കരുണ തോന്നുന്ന, വ്യക്തിബന്ധങ്ങളോട് കരുണ തോന്നുന്ന എന്ന് പ്രാർത്ഥിക്കുക. ഈ നിമിഷം അപ്രകാരമുള്ള പാപങ്ങൾ ഏതെങ്കിലുമൊക്കെ ഹൃദയത്തിലെ ചിന്തകളിൽ വരുന്നുണ്ടെങ്കിൽ ഇതാ മരണപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ കുരിശിന്റെ ചുവട്ടിലെ കൊണ്ടുവന്നുകൊണ്ട് ആ തിരുരക്തം കൊണ്ട് കഴുകിക്കൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുക. ജീവിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ജീവിതത്തിന് ദാസ്യത്തോടെ പെരുമാറുമെന്ന തീരുമാനമെടുക്കുക. ഇന്ന് കർത്താവെ, വ്യക്തിബന്ധങ്ങളിലെ ജീവിത പങ്കാളിയോടുള്ള കടമകള് കർത്താവെ ഒന്നിപ്പിച്ചിട്ട്, കർത്താവെ ആത്മാവിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റിട്ട് കർത്താവെ സാധിച്ചിട്ടില്ല, സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഒഴുക്കാൻ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തി കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവെ, വചനമെല്ലാം
പറ്റിയ പക്ഷെ ജീവിതത്തിന് പ്രാവർത്തികമാക്കിയില്ല. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഒഴുക്കിയില്ല കർത്താവേ. ഇന്ന് കർത്താവേ അസ്വസ്ഥനായിട്ട് ജീവിക്കുന്ന അവസ്ഥകളിൽ നിന്ന് മോചിപ്പിക്കണേ കർത്താവേ. കർത്താവേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല കർത്താവേ, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വചനം അനുസരിക്കേണ്ടത്. ഇന്ന് മറ്റുള്ളവരനുസരിപ്പിക്കാനല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ വചനം അനുസരിക്കാനാണ് നിന്നെ വിളിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവേ. കർത്താവെ, ദൈവ തിരുസന്നിധിയെ ദൈവരാജ്യത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ കർത്താവെ ഈ നിമിഷം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ. മക്കളോടുള്ള കടമകള് ദൈവത്തെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. കർത്താവെ, ഇന്ന് ലോകത്തിന്റെ പുറകെ മക്കൾ പോകുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ പറ്റാതെ വിഷമിക്കുന്നു. ഇന്ന് കർത്താവെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ മാത്രം പിഴ എന്ന് ഏറ്റു പറയുന്നു കർത്താവെ. ആ തിരുരക്തം കൊണ്ട് കഴുകണേ നാഥാ. ഈ നിമിഷം വ്യക്തി ജീവിതത്തിലെ മറ്റു പാപങ്ങളെ കുറിച്ച് ഓർക്ക്. നുണ പറഞ്ഞത് ഒത്തിരി നുണ. പിശാചിനെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, അവൻ നുണയുടെ പിതാവുമാണെന്ന്. അവൻ സത്യത്തിൽ നിലനിന്നിട്ടില്ല, ആദ്യം മുതലേ കൊലപാതകയാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഇന്ന് കർത്താവേ, എന്റെ ജീവിതത്തിന്റെ മേഖലയിൽ വന്നുപോയ നുണ എന്ന ഭാവം കർത്താവേ ഇന്ന് അങ്ങ് കാണുന്നുണ്ടല്ലോ കർത്താവേ. ഞാൻ 1:11 നുണ പറയുന്നവൻ ദൈവത്തിന്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയ നിമിഷങ്ങളെ കുറിച്ച് അനുഭവിക്കുന്നു കർത്താവേ. ഭ്രൂണഹത്യ കർത്താവേ ജീവിതത്തില് ഒരുപക്ഷെ കൂട്ടുനിന്നതും പ്രേരിപ്പിച്ചതും തടയാമായിരുന്നിട്ട് പോലും തടയാൻ സാധിക്കാതെ പറ്റാതെ പോയതൊക്കെ ഓർത്ത് അനുഭവിക്കുന്നു കർത്താവേ. ന്യായങ്ങള് പലപ്പോഴും ഒത്തിരി നിരത്തിക്കൊണ്ട് ഇതിലേക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ നിമിഷം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒത്തിരി കടങ്ങള്, നേർച്ചക്കടങ്ങള്, പാപകടങ്ങള്, സാമ്പത്തിക മേഖലയിൽ വന്നുപോയ സാമ്പത്തിക ഇടപാടുകളിൽ വന്നുപോയ വീഴ്ചകള്, പാപകടങ്ങള്, വേലക്കാർക്ക് കൂലി കൊടുക്കാത്ത പാപങ്ങള് കർത്താവേ കാണുന്നുണ്ടല്ലോ. ഈ നിമിഷം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്നോട്, എന്റെ കുടുംബത്തോട്, തലമുറകളോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കാൻ. അതിന് രക്തം കൊണ്ട് കഴുകണേ എന്ന് പ്രാർത്ഥിക്ക. ഈ നിമിഷം പ്രാർത്ഥിക്ക കർത്താവേ, കരുണ തോന്നണേ നാഥാ. പുരോഹിതര്, കന്യാസ്ത്രീകള്, സന്യസ്തര്, അഭിഷിക്തര്, അൽവായര് ഇവർക്കെതിരെയൊക്കെ ചെയ്തു പോയ പാപങ്ങള്, സംസാരിച്ച് അവരെ കുറ്റം വിധിച്ച പാപങ്ങള് കർത്താവേ ഈ നിമിഷം അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നിമിഷം അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. വിധിക്കാനായിട്ട് നിനക്ക് ആരും അധികാരം തന്നിട്ടില്ല. ഈ നിമിഷം കർത്താവേ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കർത്താവേ പാപത്തിന്റെ വലിയ കുമാരമാണ് കർത്താവേ. ഈ നിമിഷം അനുതാപത്തോടെ കരുതി പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ പാപം ചെയ്യില്ല തമ്പുരാനെ. പാപിനിയായ സ്ത്രീയെ അങ്ങ് അയച്ചപ്പോൾ മകളോട് പറഞ്ഞല്ലോ, ഇനിമേൽ നീ പാപം ചെയ്യരുതെന്ന്. കുളക്കടവില് ദാസുക്കപ്പെട്ടവൻ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ ഇനി മോശമായിട്ടുള്ളതൊന്നും സംഭവിക്കാതിരിക്കേണ്ടതിന് ഇനിമേൽ നീ പാപം ചെയ്യരുത്. കർത്താവേ, സൗഖ്യം കൊടുത്തവരോടും അങ്ങ് പറഞ്ഞത് ഇത് തന്നെയാണല്ലോ. ഇന്ന് ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ കർത്താവേ ഇനിമേലിൽ കർത്താവേ ഞങ്ങൾ പാപം ചെയ്യില്ല കർത്താവേ. തീരുമാനത്തോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ നൽകുന്നു, ആത്മാർത്ഥമായിട്ട് നൽകുന്നു കർത്താവേ. കരുണ തോന്നലേ നാഥാ. എന്നോട്, എന്റെ ജീവിതത്തോട് കരുണ തോന്നലേ എന്ന് ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ. കടും ചുവപ്പായ പാപങ്ങള് കർത്താവ് മഞ്ഞുപോലെ വെള്ളയുള്ളതാക്കുന്നു. നിന്റെ പാപങ്ങള് ആയിരാളങ്ങളിലേക്ക് അവിടുന്ന് തള്ളി നിൽക്കുന്നു. മകനെ, നീ എന്റേതാണെന്ന് അവിടുന്ന് പറയുന്നു. ഈ നിമിഷം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. പൊറുക്കണേ തമ്പുരാനെ, കരുണ തോന്നണേ നാഥാ.
ക്ഷമിച്ച് നമ്മെ സ്വന്തമാക്കി യേശുവിനെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട് കരം ഉയർത്തിക്കൊണ്ട് ശക്തമായിട്ട് ശ്രദ്ധിക്കുക.